ഈ പുഴയും കടന്ന സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കാവേരിയും ഗംഗയും യമുനയൊക്കെ കൂടിക്കൊണ്ടുതന്നെ ചില കാര്യങ്ങൾ അങ്ങ് തീരുമാനിക്കുന്നുണ്ട്. അവർ താമസിക്കുന്ന ആ ഒരു വലിയ വീട്ടിൽ ഒന്നോ രണ്ടോ മുറികൾ വെറുതെ കിടക്കുമല്ലേ, അതുകൊണ്ട് അതൊന്ന് റെഡിയാക്കി എടുത്തിട്ട് ഒരു ഹോം സ്റ്റേ ആക്കി മാറ്റിയാലോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വന്നു. അങ്ങനെ ചെയ്താൽ അവർക്ക് നല്ലൊരു വരുമാനം കിട്ടുമല്ലോ. കാവേരി തൻ്റെ ഈ ഒരു ഐഡിയ ശാരദയോട് പറഞ്ഞു. പക്ഷേ അത് കേട്ടപാട് ശാരദ കൈമലർത്തി. വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ തന്നെ 3-4 പെൺകുട്ടികളല്ലേ ഉള്ളത്. പിന്നെ ഞാനും അമ്മയും ഒക്കെ തന്നെയല്ലേ ഉള്ളൂ. ഒരാണ് പോലും ഇല്ലാത്ത ഈ വീട്ടിൽ അപരിചിതരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ എന്ത് പറയുമെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ശാരദ എതിർത്തു. അന്നേരം കാവേരി വിട്ടുകൊടുക്കാതെ തന്നെ പറഞ്ഞു, എൻ്റെ അമ്മ എന്താ ഈ പറയുന്നത്? ഇന്നത്തെ കാലത്ത് കാശുണ്ടാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ഗംഗേച്ചിയുടെ തയ്യൽ വരുമാനം എനിക്ക് കിട്ടുന്ന ഈ ഒരു ചെറിയ ശമ്പളം കൊണ്ട് ഈ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാനാണ്? ശാരദ ഉറപ്പിച്ചു പറഞ്ഞു. അത് ഉള്ളത് കൊണ്ടൊക്കെ അങ്ങനെ പോയാൽ മതി. ഈ വീട്ടിൽ പരിചയമില്ലാത്ത ആൾക്കാരെ കയറ്റാനൊന്നും പറ്റില്ല. നിന്റെയൊക്കെ അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ ഇത് കേൾക്കുമ്പോഴേ അച്ഛൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് പറയും. പക്ഷേ ഗംഗ ഇടപെട്ട് പറഞ്ഞു, അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത് സമ്മതിച്ചേനെ. അമ്മക്കച്ഛനെ ശരിക്കും അറിയാത്തതുകൊണ്ടാണ്. അച്ഛൻ ഞങ്ങളുടെ പക്ഷത്തേ നിൽക്കുള്ളൂ. ശാരദ അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ വേറെ വല്ലതുമുണ്ടെങ്കിൽ പറ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോവാണ്. കാവേരി സങ്കടത്തോടുകൂടെ ചോദിച്ചു, ഗംഗേച്ചി ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന്? ഇതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കേണ്ടേ? യമുന പറയുന്നുണ്ട്, അത് ശരിയാ, അമ്മ സമ്മതിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. നീല അപ്പോൾ മെല്ലെ പറഞ്ഞു, അമ്മ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. ഉടനെ തന്നെ യമുന അവളെ ശകാരിച്ചു. നീ അവിടെ മിണ്ടാതിരിക്ക്, ഞങ്ങളൊന്ന് ആലോചിച്ചു നോക്കട്ടെ. കൊച്ചു പിള്ളേരേതെങ്കിലും ഇതിനിടയിൽ വന്ന് തലയിടണ്ട. അന്നേരം നിള പരിഭവിച്ചു. പിന്നെ ഒരു വലിയ ആൾക്കാർ വന്നിരിക്കുന്നു. ആ സമയം തന്നെ കാവേരി പറഞ്ഞു, ഞാൻ അവിടെ ചെന്നപ്പോൾ ഹോം സ്റ്റേയുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. മുറികൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, ആ പഴയ സാധനങ്ങളൊക്കെ വാരിയിട്ടിരിക്കുന്ന മുറിയില്ലേ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്താൽ പോരെ? നല്ല ഹോം സ്റ്റേ ആയിരിക്കാം. യമുന ചോദിക്കുന്നുണ്ട്, സംഗതിയൊക്കെ കൊള്ളാം, പക്ഷേ അമ്മ സമ്മതിക്കുമോ എന്ന്? നമുക്ക് ആദ്യം പോയിട്ട് മുറിയൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് ചെന്നു. പഴയ കട്ടിലും ബെഡൊക്കെ ഒരു വശത്ത് കൂട്ടിയിട്ടിരിക്കുന്നു. യമുന ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെയാ ഗംഗേച്ചി ശരിയാക്കിയെടുക്കുന്നത്? ആ കിടക്കുന്ന കിടപ്പൊക്കെ കണ്ടില്ലേ? കാവേരി സമാധാനിപ്പിച്ചു, അതൊക്കെ നമുക്ക് ശരിയാക്കാം. നല്ലൊരു വെറൈറ്റി ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഒത്തുപിടിച്ച മലയും പോരെന്നല്ലേ പറയുന്നത്? നമുക്കെല്ലാവർക്കും കൂടിയിട്ട് ഒന്ന് ആഞ്ഞു പിടിക്കാം. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് മുറിയൊക്കെ ഇങ്ങനെ വെടിപ്പാക്കി സെറ്റ് ചെയ്ത് വെച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ നില പറയുന്നത്, ഞാൻ പോയിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് വരാമെന്ന്. അപ്പോൾ എല്ലാവരും പേടിച്ച്, വേണ്ടടി, അമ്മ എങ്ങാനും ഇത് കണ്ടാൽ വിവരമറിയുമെന്നൊക്കെ പറയും. അമ്മക്ക് ഗസ്റ്റുകൾ വരുന്നത് പോലും ഇഷ്ടമില്ല. യമുന ചോദിക്കുന്നത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന്? നമ്മൾ ഇത്രയധികം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവുമോ? കാവേരി പറയുന്നുണ്ട്, അതിനൊക്കെ ഒരു വഴിയുണ്ട്. നമുക്ക് അമ്മയെ പതുക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഗംഗ ചോദിക്കുന്നുണ്ട്, അതല്ല പ്രശ്നം, ഗസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വരണ്ടേ? നല്ലൊരു ഹോം സ്റ്റേ ആണെങ്കിൽ ആൾക്കാർ താനെ വന്നോളും. ഇവിടെ വീട്ടിലെ അന്തരീക്ഷവും നല്ല ഭക്ഷണവും പാട്ടും ഡാൻസും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ നമുക്ക് ക്യാൻവാസ് ചെയ്യിപ്പിക്കാമെന്ന് കാവേരി ഉറപ്പിച്ചു പറഞ്ഞു. യമുന ചോദിക്കുന്നുണ്ട്, അതിന് ആരെങ്കിലും വരുമോ എന്ന്. കാവേരി പറഞ്ഞിട്ട്, ആ ഒരു കാര്യമൊക്കെ ഞാൻ ഏറ്റു, നിനക്ക് ടെൻഷനൊന്നും വേണ്ട. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ശാരദ കാവേരിക്ക് ചായ കൊടുത്തിട്ട്, നീ കാപ്പി കുടിച്ചിട്ടല്ലേ പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് കാവേരി പറയുന്നുണ്ട്, ഏയ്, ഞാൻ അവിടെ ചെന്നിട്ട് കഴിച്ചോളാം. എടി, നീ ഉച്ചക്ക് അവിടെ നിന്നല്ലേ കഴിക്കുന്നത് എന്ന് ശാരദ ചോദിച്ചപ്പോൾ, എൻ്റെ അമ്മേ, 12,000 രൂപ ശമ്പളത്തിൽ ഈ ചായയെങ്കിലും അവിടെ നിന്ന് കുടിച്ചിട്ട് ഞാൻ അത് മുതലാക്കേണ്ടേ എന്ന് അവൾ തമാശ രൂപേണ പറഞ്ഞു. ഈ സമയം യമുന തൻ്റെ ബ്ലൂ കളർ ബാഗ് അന്വേഷിച്ച് വരികയായിരുന്നു. ശാരദ പറയുന്നുണ്ട്, എടി, ആ പഴയ സാധനങ്ങൾ ഇട്ടിരിക്കുന്ന മുറിയില്ലേ, അവിടെ കാണും, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് ഉടനെ തന്നെ കാവേരിയും ഗംഗയും കൂടി അത് തടഞ്ഞു. വേണ്ടമ്മേ, അമ്മ പോണ്ട എന്നൊക്കെ പറഞ്ഞ് അമ്മയെ ഇങ്ങനെ തടഞ്ഞു വെക്കുകയാണ്. അവൾ തന്നെ എടുത്തോളും. കാരണം ആ മുറി സെറ്റ് ചെയ്തിരിക്കുന്നതെങ്ങാനും ശാരദാമ്മ കണ്ട പ്രശ്നമാവുമെന്നാണ് അവർക്കറിയാമായിരുന്നു. പക്ഷേ നീല കാര്യം പൊട്ടിച്ചു. അമ്മേ, അവർ ആ മുറി ഗസ്റ്റുകൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്ന് പറയുന്ന സമയത്തിന് ശാരദ ഞെട്ടിപ്പോയി. എന്ത് ഗസ്റ്റുകൾക്കോ? നിങ്ങൾ എന്തൊക്കെയാ പിള്ളേരെ കാണിക്കുന്നത്? സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ശാരദ ആ ഒരു മുറിയിലേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ ശാരദാമ്മ ആകെ അന്തം വിട്ടുപോയി. അത്രമാത്രം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തന്നെ ആ ഒരു മുറി അങ്ങ് മാറ്റിയിരിക്കുന്നു. നീല പറയുന്നുണ്ട്, അമ്മേ, ആ ടേബിളിലേക്കൊന്ന് നോക്കിയപ്പോൾ ശാരദയുടെ കണ്ണങ്ങ് തള്ളിപ്പോയി. 4,000 രൂപ വിലയുള്ള തൻ്റെ പുതിയ സാരി അവിടെ ആ ഒരു ടേബിൾ ക്ലോത്തായി വിരിച്ചിരിക്കുന്നു. അതിൻ്റെ മേലെ 2 ഫ്ലവർ വേസും. ശാരദ ദേഷ്യം കൊണ്ട് വിറച്ചു. അരവിന്ദൻ എനിക്ക് വാങ്ങിച്ചു തന്ന എൻ്റെ സാരിയാണോ നീ ഇവിടെ വിരിച്ചു വെച്ചിരിക്കുന്നത്? ഇവിടെ ഒരു ഹോം സ്റ്റേ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ആ സാരി വലിച്ചെടുത്തുകൊണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. യമുന ദേഷ്യത്തോടു കൂടി തന്നെ നിലയുടെ ചെവി അങ്ങ് പിടിച്ചു തിരിച്ചു.
നിനക്കിതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? നീ എന്തിനാ അമ്മയോടിത് പറയാൻ പോയത്? നിലയെ ചീത്ത പറഞ്ഞിട്ട് അവർ മുറിയിൽ നിന്നും ഓടിച്ചു. പിന്നീട് കാണിക്കുന്നത് ആസിഫ് സന്തോഷത്തോടു കൂടി തന്നെ നിവിൻ്റെ അടുത്തേക്ക് വന്നു. എടാ, അവളുടെ കാര്യം ഇന്ന് തീർന്നു എന്ന് പറഞ്ഞു. ആരുടെ കാര്യമെന്ന് നിവിൻ ചോദിച്ചപ്പോൾ ആസിഫ് അവനെ കൂട്ടി രാജേശ്വരിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ രാജേശ്വരി കണക്കുകൾ നോക്കുകയായിരിക്കും. കാവേരി അടുത്ത് നിൽക്കുന്നുണ്ട്. നിവിൻ വിചാരിച്ചു കാവേരി ഇന്ന് തന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമെന്ന്. രാജേശ്വരി കാവേരിയുടെ ട്രാവൽസിൻ്റെ കാര്യങ്ങളും ഗസ്റ്റുകളുടെ ഭക്ഷണ കാര്യങ്ങളും ഒക്കെ ചോദിച്ചപ്പോൾ അവൾ കൃത്യമായി തന്നെ മറുപടി നൽകി. ഒടുവിൽ രാജേശ്വരി പറഞ്ഞു, കണക്കിൽ ഒരു 5000 രൂപയുടെ കുറവുണ്ടല്ലോ. ആസിഫ് അത് കേട്ട് ചിരിച്ചു. ഇപ്പം തന്നെ അവൾക്ക് പണി കിട്ടുമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. പക്ഷേ രാജേശ്വരി വിളിച്ചത് ആസിഫിനെയാണ്. ആസിഫ് ചെന്നപ്പോൾ ചോദിച്ചു, കഴിഞ്ഞ മാസത്തെ കണക്കിൽ 5000 രൂപ കുറവുണ്ടല്ലോ എന്ന്. എവിടെ പോയി പണം? ആസിഫ് പരിങ്ങി നിന്നു. അത് പച്ചക്കറി വാങ്ങാനെടുത്തതാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ കാവേരി പറയുന്നുണ്ട്, പച്ചക്കറിയുടെ കണക്കൊക്കെ ഞാൻ നോക്കി, അതിൽ ഇതൊന്നുമില്ല. അപ്പോൾ വണ്ടിയുടെ പെട്രോളിനെടുത്തതാണെന്ന് അവൻ അങ്ങ് മാറ്റി പറഞ്ഞു. കാവേരി അതും വെട്ടി തുറന്നു. പെട്രോൾ കണക്കും ഞാൻ ഇവിടെ ചെക്ക് ചെയ്തതാണ്, രാജേശ്വരി കർക്കശമായി പറഞ്ഞു. വൈകുന്നേരത്തിന് മുൻപ് 5000 രൂപയുടെ കാര്യം വ്യക്തമായില്ല എങ്കിൽ വിവരമറിയുമെന്ന് പറഞ്ഞു. ആസിഫാണെങ്കിൽ ആകെ പെട്ടുപോയി. രാജേശ്വരി പോയപ്പോൾ അവൻ കാവേരിയോടങ്ങ് ചൂടായി. നീ എൻ്റെ ജോലി തെറിപ്പിക്കുമോ എന്ന് ചോദിച്ചു. കാവേരി പറയുന്നുണ്ട്, മര്യാദക്ക് നിന്നാ മര്യാദക്ക് പോവാം. എന്നെ എവിടെ നിന്നും ഓടിക്കാൻ നോക്കിയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. നിവിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെയുണ്ട് ആസിഫെ, പണി കൊടുക്കാൻ പോയിട്ട് തിരിച്ചു കിട്ടിയല്ലേ? അന്നേരം ആസിഫ് ആകെ ചമ്മലോട് കൂടെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ വിനീത് ഗംഗ പറഞ്ഞ ബ്ലൗസിൻ്റെ മുത്തുകളൊക്കെ ഇങ്ങനെ വാങ്ങി അങ്ങോട്ടേക്ക് വന്നു. നീല പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ ഹോം സ്റ്റേ തുടങ്ങാൻ പോവുകയാണ് എന്ന കാര്യം. വിനീതിന് ആ ഒരു ഐഡിയ ഒരുപാടധികം ഇഷ്ടമായി. മുറി കണ്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇത് കൊള്ളാമല്ലോ, നല്ല ഭംഗിയുണ്ട്. പക്ഷേ അമ്മ സമ്മതിക്കില്ല എന്ന് ഗംഗ വിഷമത്തോടുകൂടെ പറഞ്ഞു. വിനീത് സമാധാനിപ്പിക്കുന്നുണ്ട്, സാരമില്ല, ഞാൻ അമ്മായിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. പേരെന്തെങ്കിലും ഇട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. കാവേരിയോട് ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ടതിന് നില അവളെ വിളിച്ചു. പക്ഷേ കാവേരി തിരക്കിലാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ വിനീത് ചോദിക്കുന്നത്, നമുക്കിതിന് ഗംഗാ കോട്ടേജ് എന്ന് പേരിട്ടാലോ എന്ന്. നിലക്കത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ചേച്ചിയുടെ പേര് മാത്രം മതിയോ, എൻ്റെ പേരും കൂടെ വേണ്ടേ എന്ന് അവൾ പരിഭ്രമത്തോടുകൂടെ ചോദിച്ചു. അന്നേരം വിനീത് പറയുന്നുണ്ട്, എങ്കിൽ ശരി, വൈകുന്നേരം എല്ലാവരും വരട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു തീരുമാനമെടുക്കാം, നല്ലൊരു പേര് തന്നെ തീരുമാനിക്കാമെന്നൊക്കെ പറയും. അങ്ങനെ അന്ന് വൈകുന്നേരം തന്നെ എല്ലാവരും മുമ്മറത്ത് ഒത്തുകൂടി. ശാരദ അപ്പോഴേക്കും ആ ഒരു സാരിയുടെ കാര്യവും പറഞ്ഞ് മുഖം വീർപ്പിച്ചിരിക്കുകയായിരുന്നു. കാവേരി ജോലി കഴിഞ്ഞ് എത്തിയതും അന്തരീക്ഷം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് നിറയെ ചായയുമായി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, ആ സാരി നമ്മൾ അതിഥികൾക്ക് വേണ്ടി വിരിച്ചതല്ല, ഈ വീടിന് ഒരു ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് ചുമ്മാ വെച്ചതാണ്. അമ്മയുടെ ഈ ഒരു പഴയ സാരിക്ക് പോലും എന്ത് ഭംഗിയാണ്, ഗസ്റ്റുകൾ പറയട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണെന്ന് കാവേരി നൈസായിട്ട് അങ്ങ് സോപ്പിട്ടു. ശാരദ ഒന്ന് അയഞ്ഞു, എങ്കിലും പിണക്കം വിട്ടുമാറിയിരുന്നില്ല. ആ സമയത്തിന് വിനീത് അങ്ങോട്ടേക്ക് കയറി വന്നു. കയ്യിൽ ഒരു ചെറിയ മരപ്പലകയും പെയിൻറ്റും ഉണ്ടായിരുന്നു. എന്താ വിനീതേട്ടാ ഇത് എന്ന് ഗംഗ ചോദിച്ചപ്പോൾ, നമ്മുടെ ഹോം സ്റ്റേക്ക് ഒരു നല്ല പേര് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പലക അങ്ങ് താഴെ വെച്ചു. നില ഓടി വന്ന് പറഞ്ഞു, എൻ്റെ പേര് തന്നെ വേണം കേട്ടോ എന്ന്, ഇല്ലെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് സമ്മതിക്കില്ല എന്ന് പറയുന്ന സമയത്തിന് എല്ലാവരും അങ്ങ് ചിരിച്ചു. ഒടുവിൽ കാവേരി തന്നെ ഒരു പേര് നിർദ്ദേശിച്ചു, തനിമ. നമ്മുടെ വീടിൻ്റെ ആ ഒരു പഴയ തനിമ ഒട്ടും ചോരാതെ വരുന്നവർക്കൊക്കെ ഒരു നാടൻ അനുഭവം കൊടുക്കാം. എല്ലാവർക്കും ആ ഒരു പേര് വല്ലാതങ്ങ് ബോധിച്ചു. ശാരദ പോലും പതുക്കിയൊന്ന് തലയാട്ടി. പിറ്റേന്ന് തന്നെ കാവേരി തൻ്റെ ഓഫീസിലെ കുറച്ച് സുഹൃത്തുക്കൾ വഴി ആദ്യത്തെ ഗസ്റ്റുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചു. ഒരു വിദേശ ദമ്പതികളായിരുന്നു അവർ നമ്മുടെ വീടും പറമ്പും ശാരദ ഉണ്ടാക്കിയ ആ ഒരു നാടൻ സാമ്പാറൊക്കെ കണ്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പോകുന്ന നേരം അവർ ശാരദയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു. ഇറ്റ് ഫീൽസ് ലൈക്ക് ഹോം എന്ന് കേട്ടപ്പോൾ ശാരദയുടെ കണ്ണൊന്ന് നിറഞ്ഞു. പണം കിട്ടിയതിനേക്കാൾ ഉപരി തൻ്റെ വീടിനെയും ഭക്ഷണത്തിനെയും മറ്റുള്ളവർ അംഗീകരിച്ചപ്പോൾ ശാരദയ്ക്ക് വല്ലാതെ അഭിമാനം തോന്നി. ഇതറിഞ്ഞ ജയബാലൻ അപ്പുറത്തു നിന്ന് പല്ല് കടിച്ചു. ഇവറ്റകൾ ഇനി ഇങ്ങനെ രക്ഷപ്പെട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് കരുതിയിട്ട് അയാൾ എന്തോ കുതന്ത്രങ്ങൻ വനയാൻ തുടങ്ങിയിരുന്നു. എന്നാൽ നിവിനും വിനീതും ചേർന്നുകൊണ്ട് തന്നെ കാവേരിക്കും കുടുംബത്തിനും ഒരു കോട്ട പോലെ തന്നെ ആ ഒരു കുടുംബത്തിന് ചുറ്റും കാവലുണ്ടായിരുന്നു. ആ രാത്രി എല്ലാവരും കൂടി മുറ്റത്ത് നിലാവെളിച്ചത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ കാവേരി പതുക്കെ പറഞ്ഞു, ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി നമ്മുടെ കൊച്ചു വീട് വലിയ രോഗമായിരിക്കും. ഗംഗയുടെയും യമുനയുടെയും നിലയുടെയൊക്കെ മുഖത്ത് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ചിരി വിരിഞ്ഞു. ആത്മവിശ്വാസത്തിൻ്റെ ചിരി ആ വീടിന് പുതിയൊരു പ്രകാശം നൽകി. അങ്ങനെ അവരൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ അവരുടെ ആദ്യത്തെ സ്വപ്നത്തിലേക്ക് കാല് വെക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.